വെൽക്കം ടു എം ജെ സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കി, പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ നോക്കി. അപ്പോൾ ഈ കറണ്ട് ഒക്കെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ജനറേറ്റർ. അപ്പോൾ എന്താണ് ഒരു ജനറേറ്റർ? ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ് വെച്ചിട്ടാണ് നമ്മൾ ആ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. എന്താണ്? ആ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ജനറേറ്റർ. അപ്പൊ ഇതൊരു സിമ്പിൾ ഒരു ജനറേറ്ററിന്റെ ഒരു ഫിഗറാണ്. ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഡി സി മോട്ടറിന്റെ ഇതായിട്ട് അതേപോലെ തന്നെ തോന്നാം അല്ലേ? ഓൾമോസ്റ്റ് അത് തന്നെയാണ് സംഭവം, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. റിങ്ങിന്റെ സ്ഥലത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ അവിടെ എത്തുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് ഇതാണ് ഇതിന്റെ ഒരു നോർമൽ ഒരു ഫിഗർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. പിന്നെ ഇതിനകത്തും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഈ ഭാഗത്തുനിന്ന് ഇതിന്റെ വർക്കിംഗ് ആണ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പാർട്സ് എന്തൊക്കെയാന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള ഒന്ന് നമ്മുടെ മാഗ്നറ്റിക് പോൾസ്, ഒരു നോർത്ത് ആൻഡ് സൗത്ത്. ഈ പോൾസിന്റെ ഇടയിലാണ് നമ്മൾ കണ്ടക്ടർ വെക്കുന്നത്. പിന്നെ ABCD എന്ന് പറയുന്നത് നമ്മുടെ ആർമേച്ചർ കോയിൽ ABCD. പിന്നെന്താണ് രണ്ട് ബ്രഷസ് B1 B2. ബ്രഷസ് ഞാൻ പറഞ്ഞു നമുക്ക് ഇതായിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കോണ്ടാക്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത്. തേർഡ് ഒന്നാണ് സ്ലിപ്പ് റിംഗ്സ് R1 and R2. നിങ്ങൾ DC മോട്ടോർ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ച എന്തായിരുന്നു? സ്പ്ലിറ്റ് റിംഗ്സ് ആയിരുന്നു അല്ലെ? അതാണ് ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ്. അതായത് സ്പ്ലിറ്റ് റിംഗ്സ് എന്തായിരുന്നു നിങ്ങൾ പഠിച്ചത്? അതായത് രണ്ട് C ഷേപ്പ് ആയിട്ടുള്ള കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു റിംഗ് പോലെ. ഇതിനകത്തേക്ക് ബ്രഷസ് രണ്ടും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു നിങ്ങൾ സ്പ്ലിറ്റ് റിംഗ്സ് പഠിച്ചിരുന്നത്. പക്ഷെ സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞാല് രണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള റിംഗ് ഉണ്ട്. അവിടെ ഇങ്ങനെ കട്ടിങ് ഒന്നുമില്ല, ജസ്റ്റ് കംപ്ലീറ്റ് ഒരു റിംഗ്. നിങ്ങളുടെ വളയൊക്കെ പോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു ഫുൾ റിംഗ്. ആ റിംഗിന്റെ അകത്തേക്ക് ഇത് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല് ഈ AB എന്നുള്ള ലൈന് എപ്പോഴും ഈ റിംഗിന്റെ അകത്തേക്ക് B1 എന്നുള്ള ലൂപ്പ് കൂടി ആയിരിക്കും എപ്പോഴും കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ CD എന്നുള്ള പോർഷൻ എപ്പോഴും ഈ റിംഗിലേക്ക് ആയിരിക്കും കണക്ഷൻ വരിക. അതിങ്ങനെ എത്ര തവണ റൊട്ടേറ്റ് ചെയ്താലും ഇതിന്റെ കണക്ഷൻ എപ്പോഴും ഇങ്ങോട്ടേക്കും, AB എന്നുള്ള പാർട്ടിന്റെ കണക്ഷൻ എപ്പോഴും B1 എന്നുള്ള ബ്രഷിലേക്കും ആയിരിക്കും. പക്ഷെ സ്പ്ലിറ്റ് റിംഗ്സിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ AB എന്നുള്ളത് നെക്സ്റ്റ് ബ്രഷിലേക്ക് കണക്ട് ആവും, മറ്റേത് ഇപ്പോഴത്തെ ബ്രഷിലേക്ക് കണക്ട് ആവും. വീണ്ടും തിരിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് എപ്പോഴും ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും B1ലേക്ക് കണക്റ്റഡ് ആയിരിക്കും, ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും B2ലേക്ക് തന്നെയായിരിക്കും കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കിയത്. അപ്പൊ ഇത് ABCD എന്ന് പറഞ്ഞാൽ ഈ ആർമേച്ചർ കോയിലിന്റെ ഒറ്റ ഒരു വൈൻഡിങ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ വൈൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു മോട്ടോർ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ഒരുപാട് വൈൻഡിങ്സ് ഉണ്ടാകും. അപ്പം കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഈ മോട്ടറിന്റെ ഒരു ചെറിയ ഫിഗർ മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഒരുപാട് കോയിൽസ് റൊട്ടേറ്റ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയായിരിക്കും ഇതിനകത്ത്. പക്ഷെ നമ്മളൊരു റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു സിംഗിൾ വൈൻഡിങ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ABCD എന്നുള്ളത്. അപ്പൊ അതിന്റെ സെന്റർ ആയിട്ടുള്ള ഒരു ആക്സസ് ആണ്. ഇപ്പം മോട്ടറൊക്കെ നിങ്ങൾ തിരിയുമ്പോൾ ഒരു സെന്ററിൽ ഒരു ഇത് കണ്ടിട്ടുള്ളൂ, അതിനകത്ത് കൂടെ അല്ലേ നിങ്ങൾ തിരിയാം. ആ സെന്റർ ആക്സസ് ആണ്. അപ്പൊ ആ ആക്സസിനെ ഡോട്ട് ആയിട്ട് ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വിചാരിക്കും. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ AB എന്നുള്ള ലൈന് മുകളിലേക്ക് പോകും, CD എന്നുള്ളത് താഴോട്ട് മൂവ് ചെയ്യും അല്ലെ? ഇങ്ങനെയാണ് ആർമേച്ചർ കോയിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് അതിന്റെ AB, ഇത് CD. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പോർഷൻ AB എന്നുള്ളത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, CD എന്നുള്ളത് താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ പഠിച്ചത്? അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്തും ഇതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യില്ലേ? അപ്പൊ അതുവഴി ഇതിനകത്ത് കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ലേ?
ആ കറണ്ടിന്റെ ഫ്ലോ അറിയാൻ വേണ്ടി, അതിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ പഠിച്ചൊരു റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. നമ്മൾ മാറിപ്പോകരുത്. ജനറേറ്ററിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. ഇത് ഈ ഒരു കണ്ടീഷനിൽ എ ബി മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ തമ്പിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എ ബി മുകളിലേക്ക് പോയി. പിന്നെ നമ്മുടെ ഫോർ ഫിംഗർ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും എടുക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ ഫീൽഡിന്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നോർത്ത് ടു സൗത്ത് ആണ് നമ്മൾ എപ്പോഴും എടുക്കുക. അപ്പൊ ഫോർ ഫിംഗർ അങ്ങോട്ട് നോർത്ത് ടു സൗത്തും, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ അപ്വേർഡ്. അപ്പൊ നമ്മുടെ മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടാണ് കിട്ടുന്നത്. അതിനർത്ഥം എന്താ, ഇതിനകത്ത് കറണ്ടിന്റെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ സെയിം റൊട്ടേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു സി ഡി എന്നുള്ളത് താഴോട്ട് മൂവ് ചെയ്യും അല്ലേ. അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? തമ്പ് നമ്മൾ താഴോട്ട് വെച്ചു, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. അപ്പൊ മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കായിരിക്കും. അതിനർത്ഥം എന്താ, അതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സി ടു ഡി എന്നുള്ള ഡയറക്ഷനിലാണ്. നമ്മൾ ആർമേച്ചർ ടോട്ടലായിട്ട് നോക്കുമ്പോൾ കറണ്ട് ഫ്ലോ ഡയറക്ഷൻ എങ്ങനെയാണ്? എ ബി സി ഡി എന്നുള്ള രീതിയിൽ, ഈ രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് B1 B2 എന്നുള്ള ബ്രഷസിലൂടെ ഈ സ്ലിപ്പ് റിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ശരിക്കും എന്താ സംഭവിക്കുന്നത്? എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ? ഇതിലത് എ ബി സി ഡി വഴി വന്നു. ഞാൻ പറഞ്ഞു സി ഡി എന്നുള്ള ഈ ലൈൻ എപ്പോഴും B2ലേക്ക് ആയിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ B2യിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് B1 വരെ. അപ്പം എക്സ്റ്റേണലിനകത്തുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ B2 ടു B1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു 180 ഡിഗ്രി തിരിഞ്ഞു. ആ ഒരു സമയത്ത് എന്താണ്, എ ബി ഇവിടെയായി സി ഡി ഇവിടെയായി അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് മാഗ്നറ്റിക് ഫീൽഡ് നേരെ തിരിഞ്ഞു. അപ്പം ഇവിടെ ബി എ ഡി സി. അപ്പം എ ബി എന്നുള്ളത് ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മുടെ B1 ആയിട്ടായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് B2 ആയിട്ടായിരിക്കും കണക്റ്റഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആകുമ്പോൾ ഇതിപ്പോ കംപ്ലീറ്റ് 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഈ പൊസിഷനിലായിരിക്കും ഇരിക്കാം. ഇവിടെ ഈ എങ്ങനെയൊക്കെ ഉണ്ടാവാം, എ ബി നല്ല താഴോട്ട് പോകുന്നു, സി ഡി നല്ല മേലേക്ക് പോകുന്നു. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ B2 A ആയിരിക്കും ഡയറക്ഷൻ, ഇവിടെ D2 C ആയി ഡയറക്ഷൻ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെക്കുന്ന സമയത്ത്. അപ്പൊ എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? B2 A ഇങ്ങനെ വന്ന് B1ലേക്ക് പോയി, B1ലൂടെ നേരെ B2ലേക്ക് പോയി. ഇവിടെ ഡയറക്ഷൻ വന്നാൽ B1 ടു B2 ആയി. പക്ഷെ ഇവിടെ എങ്ങനെയായിരുന്നു? B2 ടു B1 ആയിരുന്നു അല്ലെ. നമ്മൾ ഇതിനകത്ത് നോക്കിയേ, ഫസ്റ്റ് സമയത്ത് ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ B2 ടു B1 ആയിരുന്നു കറണ്ട്. കംപ്ലീറ്റ് ആയിട്ട് 180 ഡിഗ്രി തിരിഞ്ഞ സമയത്ത് നെക്സ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ കറണ്ടിന്റെ ഡയറക്ഷൻ പറഞ്ഞാൽ B1 ടു B2 ആയി. അപ്പൊ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ എ ബി സി ഡി എന്നുള്ള കണ്ടീഷൻ. അപ്പൊ വീണ്ടും B2 ടു B1 ആവും. നെക്സ്റ്റ് ഹാഫിൽ പിന്നെയും B1 ടു B2 ആവും. അങ്ങനെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ നമ്മൾ ഓൾട്ടർനേറ്റീവ് കറണ്ട് വെച്ച് പഠിച്ചത് അല്ലെ. ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്തായിരുന്നു? അതിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ജനറേറ്റർ എന്താണ്? നമ്മുടെ AC ജനറേറ്റർ ആണ്. അതായത് ഓൾട്ടർനേറ്റീവ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജനറേറ്റർ ആണ് AC ജനറേറ്റർ. അപ്പൊ ഈ ഡയറക്ഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന കറണ്ട് എന്താണ്? AC കറണ്ട് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ AC ജനറേറ്ററിന്റെ വർക്കിംഗ് ആണ് ഇപ്പൊ പഠിച്ചത്. അതേപോലെ വേറൊരു കാര്യം നിങ്ങൾ നോക്കി, ഇപ്പൊ ഇതേപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു ആർമേച്ചർ കോയിൽ ഇങ്ങനെ കിടക്കാൻ വിചാരിക്കും. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ പാസ് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷെ ഇതിങ്ങനെ 90 ഡിഗ്രിയിൽ നിൽക്കാൻ വിചാരിക്കും. അപ്പൊ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇതിലൂടെ പാസ് ചെയ്യില്ലേ, കട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഇതിനകത്ത് ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 0 ഡിഗ്രി ആംഗിൾ കിടക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ ഓൾമോസ്റ്റ് 0 ആയിരിക്കും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് തിരിഞ്ഞ് 90 ഡിഗ്രി ആവുന്ന സമയത്ത്, ഇങ്ങനെ ആവുന്ന സമയത്ത് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കറണ്ട് മാക്സിമം ആണ്. വീണ്ടും തിരിഞ്ഞ് ഇവിടെ എത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് 0 ആവും. പിന്നെ
തിരിഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും മാക്സിമം ആവും. പക്ഷെ അതിന്റെ ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പൊ നമ്മളൊരു ഗ്രാഫ് പോലെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 0 ഡിഗ്രിന്റെ സമയത്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF നോക്കുകയാണെങ്കിൽ 0 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അധികം കട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ഇനി 90 ഡിഗ്രി എത്തുന്ന സമയത്ത് മാക്സിമം ആയിരിക്കും അല്ലെ? ഇപ്പൊ മാക്സിമം ലെവലിൽ ഈ ലെവലാണ് വിചാരിച്ചു. മാക്സിമം ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു EMF ലെവൽ. ഇവിടെ എത്തുന്ന സമയത്ത് മാക്സിമം ആയിരിക്കും. വീണ്ടും 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ തന്നെ കിടക്കുമ്പോൾ 180 ഡിഗ്രിയിൽ വീണ്ടും 0 ആയിരിക്കും. പിന്നെ വീണ്ടും 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി ആയി. ആ സമയത്ത് വീണ്ടും മാക്സിമം 360 ആകുമ്പോൾ വീണ്ടും 0. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു മാക്സിമം ആവുന്ന ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ആകുമ്പോൾ 0. അപ്പൊ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് കറണ്ട് ഇങ്ങനെ കൂടി വന്ന് മാക്സിമം ആയി പിന്നെ കുറഞ്ഞു പോകും. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടി വരുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പിന്നെ ഇങ്ങനെ പോയി വരുന്ന സമയത്ത് കുറഞ്ഞു വരും. അപ്പൊ അത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 0 ഒന്ന് ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് 90 ഡിഗ്രിയുടെ മാക്സിമം എത്തി, അവിടുന്ന് വീണ്ടും ഡിക്രീസ് ചെയ്ത് 180 ഡിഗ്രിയുടെ മിനിമം എത്തി, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് ഈ ഒരു പോർഷനിൽ മാക്സിമം എത്തി, അവിടുന്ന് വീണ്ടും ഡിക്രീസ് ചെയ്ത് 360 എത്തുമ്പോൾ 0 എത്തി. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഗ്രാഫ് വരുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും. 0 ആയിരിക്കുന്ന സമയത്ത് 0 കറണ്ട് ആയിരിക്കും. 90 ആകുമ്പോൾ മാക്സിമം ഫ്ലക്സ് കട്ട് ചെയ്യും, മാക്സിമം കറണ്ട്. 180 ആകുമ്പോൾ വീണ്ടും 0 കറണ്ട് ആവും. 270 ആകുന്ന സമയത്ത് വീണ്ടും മാക്സിമം കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, വീണ്ടും കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടി. ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇപ്പം നമ്മൾ ഇതിന്റെ ആംഗിളും EMF തമ്മിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ 0 ആവുന്ന സമയത്ത് അവിടെ EMF 0 ആയി. ആംഗിൾ 90 ആവുന്ന സമയത്ത് EMF എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. നമുക്ക് വോൾട്ടേജ് V എന്ന രീതിയിലാക്കുകയാണെങ്കിൽ V മാക്സിമം. പിന്നെ ആംഗിൾ 180 ആയ സമയത്ത് വീണ്ടും നമുക്ക് 0 കിട്ടി. പിന്നെ ആംഗിൾ 270 ആയ സമയത്ത് നമുക്ക് വീണ്ടും മാക്സിമം കിട്ടി, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നെഗറ്റീവായി V മാക്സ്. പിന്നെ 360 വന്ന സമയത്ത് വീണ്ടും നമുക്ക് 0 കിട്ടി. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്കൊരു ടേബിൾ പോലെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത്. അതായത് ആംഗിൾ അനുസരിച്ചിട്ട് ആംഗിൾ 0 ആകുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്തത് 0, ആംഗിൾ 90 ആകുമ്പോൾ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്തു, 180 ആകുമ്പോൾ വീണ്ടും 0 ആയി, 270 ആകുമ്പോൾ വീണ്ടും മാക്സിമം ആയി പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, 360 ആകുമ്പോൾ വീണ്ടും 0 ആയി. ഇതേ രീതിയിലാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഗ്രാഫ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഈ ഒരു ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ഒന്ന്, സൈക്കിൾ ഓഫ് AC. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ EMF generated in one half in one direction plus in other half in opposite direction is one cycle. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നില്ല, ഇതേപോലെ. ഇതിനകത്ത് നമ്മൾ ഈ രീതിയിലായിരുന്നു ഗ്രാഫ് കിട്ടിയത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ പോകും. ഇതിനകത്ത് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ EMF generated in one half in one direction. അപ്പോൾ ഒരു ഹാഫിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF ആണ് ഇത്രയും, പ്ലസ് ഇൻ അതർ ഹാഫ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെക്സ്റ്റ് ഹാഫിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇത്രയും. അപ്പൊ ഇത്രയും ഒരു പോർഷൻ ആണ് നമുക്ക് വൺ സൈക്കിൾ എന്ന് പറയാൻ പറ്റുന്നത്. EMFന്റെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആർമേച്ചർ കോയിൽ ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന EMF ജനറേറ്റ് ചെയ്ത് നമ്മൾ ഇതേപോലെ പ്ലോട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. EMF generated in one half in one direction and other half in opposite direction. നമുക്ക് ഒരു സൈക്കിൾ കിട്ടി. പിന്നെ അതിനകത്ത് പറയുന്ന ടേമാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അതായത് ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾസ് ഉണ്ടായി പോകല്ലേ, ഒരു സെക്കൻഡിനകത്ത് ഇങ്ങനെ എത്ര സൈക്കിൾസ്
ഉണ്ടാവുന്നുണ്ടെന്നുള്ളതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്ന കറണ്ടൊക്കെ KCB കണക്ഷൻ എടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. ഹെർട്സ് ആണ് അതിന്റെ യൂണിറ്റ്. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ഹെർട്സ്. H ക്യാപിറ്റൽ H സ്മോൾ Z ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അതിനർത്ഥം എന്താണ്? ഒരു സെക്കൻഡിൽ ഇതേപോലെ 50 സൈക്കിൾസ് നടക്കുന്നുണ്ട് അല്ലെ? കാരണം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര സൈക്കിൾസ് ആണ് ഒരു സെക്കൻഡിൽ ഉള്ളതെന്നുള്ളതാണ് ഫ്രീക്വൻസി. അപ്പൊ 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഇതേപോലെ 50 സൈക്കിൾസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് 50 ഹെർട്സ് അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ 1 റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ. അതായത് ആർമേച്ചർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു സൈക്കിളിന് വേണ്ടി എടുക്കുന്ന ടൈമിനെ നമുക്ക് ടൈം പീരീഡ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ഇവിടെ 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. അതായത് ആർമേച്ചർ 50 തവണ ടേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 ഹെർട്സിന്റെ ഒരു ഫ്രീക്വൻസി ഉള്ള കറണ്ട് ആണെങ്കിൽ ആ ഒരു സെക്കൻഡിൽ എത്ര തവണ അതിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്? കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് 100 തവണയല്ലേ? കാരണം ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാല് ഒരു സൈക്കിളിൽ 2 തവണ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? ആദ്യം ഈ ഡയറക്ഷനാണ്, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ 50 ഹെർട്സ് എന്ന് പറഞ്ഞാല് 50 സൈക്കിൾസ് ഉണ്ട്. 50 സൈക്കിൾസ് ഉണ്ടെങ്കിൽ ഓരോ സൈക്കിളിലും 2 തവണ കറണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പൊ 50 × 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100 തവണ, അതായത് ഒരു സെക്കൻഡില് 100 തവണ കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഇത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവുന്നത്. പക്ഷെ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മൾക്ക് പിടിച്ചിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്പീഡിലൊന്നും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് ടു ജനറേറ്റ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജനറേറ്ററിനകത്ത് ആ റൊട്ടേറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സും കണ്ടക്ടറും തമ്മിൽ ഒരു മോഷൻ ഉണ്ടാവണം, എന്നാലല്ലേ EMF ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മോഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒന്നെന്ന് പറഞ്ഞാൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യുക. ഇത് നിങ്ങളിപ്പോൾ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ എന്നുള്ള സൗണ്ടിൽ സാധനം വർക്ക് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഒന്നെങ്കിൽ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. അതായത് അതിനകത്ത് ഡീസലോ പെട്രോളോ ഒഴിച്ചു കൊടുക്കുമ്പം അതിനകത്തുള്ള എഞ്ചിൻ വർക്ക് ചെയ്യും. അതാണ് നമ്മുടെ ജനറേറ്ററിന്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ അതിനകത്ത് കൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് ഏറ്റവും കോമൺ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഫ്രം ഡാം. നമ്മൾ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളിപ്പം ഇടുക്കി ഡാമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഡാമിന്റെ അകത്ത് നിന്ന് നമ്മൾ ഹൈ ലെവലിൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് അത് ഫ്ലോ ചെയ്യിപ്പിക്കും ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ. ആ ഫ്ലോ ചെയ്യുന്ന പാത്തിൽ നമ്മൾ ഇതേപോലെ ഫാൻ പോലുള്ള സംഭവം വെച്ചിട്ടുണ്ടാവും, ടർബൈൻ വഴി. ഇതിൽ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ ഇത് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അത് നമ്മൾ നേരെ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനറേറ്ററിനകത്തുള്ള കോയിലും റൊട്ടേറ്റ് ചെയ്യും. അതാണ് ശരിക്കും നമ്മൾ ഡാമിനകത്ത് ഉള്ള വെള്ളം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈഡ്രോളിക് പവർ പ്ലാന്റ് പോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. അതായത് അവിടെ ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ ഒക്കെ നടത്തിയിട്ട് നമ്മൾ ആ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതുവഴി നമ്മൾ അവിടുത്തെ ടർബൈൻ അല്ലെങ്കിൽ സാധനങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അതുവഴി നമ്മൾ വാട്ടർ ബോയിൽ ചെയ്തിട്ട് ആ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ന്യൂക്ലിയർ എനർജി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ വിൻഡ് എനർജി. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് വിൻഡ് മില്ലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? വലിയ ഒരു പൂളിന്റെ മേലെ 3 ലീഫുള്ള ഫാൻ പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ആ റൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഈ മെക്കാനിക്കൽ എനർജി, അതായത് നമ്മുടെ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള എനർജി ഉണ്ടാക്കിയിട്ട് അതുവഴി റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വിൻഡ് എനർജി. പിന്നെ ഓഷ്യൻ വേവ്സ്. അതായത് നമ്മൾ ഓഷ്യനകത്ത് വേവ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ മോഷൻ വെച്ചിട്ട് നമ്മൾ ടർബൈൻ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു മെക്കാനിക്കൽ മോഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. ബിറ്റ്വീൻ ഈ മാഗ്നറ്റിക് ഫീൽഡും
കണ്ടക്ടറും തമ്മിൽ. അപ്പൊ ആ ഒരു മോഷൻ കാരണം മോഷനിലെ വേവ്സിന്റെ ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫ്ലോ വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഓഷൻ വേവ്സ് വെച്ചിട്ട്. പിന്നെ സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഹൈറ്റിൽ നിന്ന് വാട്ടർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്തിട്ട് ടർബൈൻ തിരിക്കും, അതുവഴി നമ്മുടെ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യും. അതിന് പകരം നമ്മളൊരു ഇതിൽ ഒരു റിസർവോയർ പോലത്തെ സാധനത്തിനകത്ത് നമ്മൾ വെള്ളം നല്ല ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യിച്ചിട്ട് ആ സ്റ്റീം ഒരു ചെറിയ പാത്തിൽ കൂടെ നല്ല ഫോഴ്സിലേക്ക് കൊണ്ടുവിടും. അപ്പോൾ ആ സ്റ്റീം വന്നിട്ട് ഇതിൽ തട്ടുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും, അതുവഴി ആർമേച്ചർ അല്ലെങ്കിൽ ആ കോയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റീം എഞ്ചിനകത്ത്. പിന്നുള്ളതാണ് ടൈഡൽ വേവ്സ്. അതായത് നമുക്ക് ലോ ടൈഡ് ഹൈ ടൈഡൊക്കെ വരുന്ന സമയത്ത് വെള്ളം ലെവല് മാറുന്നുണ്ട്. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ആ വെള്ളത്തിന്റെ ഫ്ലോ ഡയറക്ഷൻ മാറും. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഫ്ലോ ഡയറക്ഷൻ എടുത്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ടൈഡൽ വേവ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് നിങ്ങൾ ഈ വർഷത്തിന്റെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഭാഗത്ത് വരുമ്പോൾ ഇതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് ഈ ഒരു പോർഷനിൽ നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് പാർട്ടിൽ കാണാം.